ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫിസാൻ. നിങ്ങൾ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഫിസു എന്ന് വിളിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഒരു ബനാന കേക്കാണ്. അതിന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കട്ടിംഗ് ബോർഡ്, ഒരു കത്തി, പിന്നെ ഒരു എഗ് ബീറ്റർ, പിന്നെ ഒരു ബൗൾ, പിന്നെ ഉപ്പ്, പിന്നെ മുട്ട, പിന്നെ ബേക്കിംഗ് പൗഡർ, പിന്നെ പഞ്ചസാര പൊടിച്ചത്, പഞ്ചസാര, മൈദ, പിന്നെ പാൻ, പിന്നെ ബനാന, പിന്നെ വിനാഗിരി, പിന്നെ വാനില എസൻസ് എന്നിവയാണ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ 2 ബനാന തൊലി കളഞ്ഞ് വട്ടത്തിലരിഞ്ഞ് എടുക്കാൻ പോയാണ്. രണ്ട് ബനാനകൾ ഇങ്ങനെ അരിഞ്ഞു വെച്ചേക്കാണ്. പൊടിച്ച പഞ്ചസാര പാനിൽ ഇതുപോലെ ഇടണം. മുറിച്ച ബനാനകൾ ഈ പാനിൽ വട്ടത്തിൽ ഇതുപോലെ വെക്കാൻ പോയാണ്. പറയാൻ വിട്ടുപോയി, ഒരു ഗ്ലാസ് പാലും കൂടെ ചേർക്കാനുണ്ടെന്നു. നമുക്കിനി ഒന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്ത മുട്ടയിലും ഇച്ചിരി ഉപ്പ് ചേർക്കാൻ പോയാണ്. ഇത്തിരി ബേക്കിംഗ് പൗഡറും ചേർക്കാൻ പോയാണ്. 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമുക്ക് ചേർക്കേണ്ടത്. 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കാൻ പോകേണ്ടത്. ഇവ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും ബീറ്റ് ചെയ്തതിന്റെ ശേഷം നമ്മൾ ഒരു വലിയ ബൗളിലേക്ക് മാറ്റാൻ പോകുന്നു. ഇപ്പം ബീറ്റ് ചെയ്ത് വലിയ ബൗളിലേക്ക് ആക്കി. ഇനി ഒരു വലിയ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ചേർക്കാൻ പോവുകയാണ്. അത് മതി. ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാൻ കൂടെ പോകണം. നമ്മൾ 1.5 കപ്പ് മൈദ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോവുകയാണ്.
ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യണം. പാൽ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാൻ പോയാണ്. ഇനി നല്ലതുപോലെ ബീറ്റ് ചെയ്യാൻ പോയാണ്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ചേർക്കണം. നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു പഴത്തിൽ ബീറ്റ് ചെയ്യണം. കലക്കി വെച്ചേക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി കേക്ക് റെഡിയായി. ഇനി ഒരു 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ബനാന കേക്ക് റെഡി ആയിരിക്കുകയാണ്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കേക്ക് റെഡിയായി. നമുക്കല്പം കഴിച്ചു. സൂപ്പർ.